കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ശ്വാസകോശത്തിലെ ചതവുകൾ ഗുരുതരമാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആശ്വാസകരമായ വിവരങ്ങളുള്ളത്. തലയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ ഗുരുതരമാണ്. കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആന്റിബയോട്ടിക് ചികിത്സയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. മന്ത്രി P. രാജീവ് രാവിലെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി. അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും ആരോഗ്യനിലയിൽ ഇന്നലെ അപേക്ഷിച്ച് പുരോഗതി ഉള്ളതായി അദ്ദേഹം പറഞ്ഞു. വീണ്ടും CTക്ക് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള രീതി തന്നെ തുടരണോ, വേറെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞങ്ങളിപ്പോൾ ആസ്റ്ററിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ CTക്ക് ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചികിത്സാ രീതി തീരുമാനിക്കുക. സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തെ ചികിത്സാ പുരോഗതി അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ പുരോഗമിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.